അനസിനോട് വൈരാഗ്യം തോന്നാൻ എനിക്ക് അതാണ് ഞാൻ അത് മനസ്സിലാവാത്തതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്. അനസിനോട് വൈരാഗ്യം തോന്നാനുള്ള എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ? ആദ്യം ഒരു തവണ ഇവരെന്നെ യൂണിറ്റ് റൂമിൽ കൊണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു തുടക്കം. അപ്പോൾ ഞാൻ അത് പ്രാദേശികമായിട്ട് പുറത്ത് പറഞ്ഞു, ഇതേപോലെ അടിച്ചു, ഇന്നയാളാണ് അടിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രാദേശികമായിട്ട് അവരെ വിളിച്ച് അവരുടെ അടുത്ത് ഇതേപോലെ കാര്യം പറയുകയും അതിനുശേഷമാണ് എൻ്റെ അടുത്ത് ഈ വ്യക്തിവൈരാഗ്യം. ഈ പ്രാദേശികമെന്ന് അനസ് ഉപയോഗിക്കുന്നുണ്ട്. അനസ് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണോ? ഞാൻ കാട്ടാക്കട DYFI യൂണിറ്റ് മെമ്പറാണ്. SFI പൂച്ചൽ യൂണിറ്റ് മെമ്പറാണ്. അപ്പോൾ ഈ ഉപദ്രവിച്ചവർ SFIയുടെ ഭാരവാഹികളുമാണ്. അപ്പോൾ പാർട്ടിയിൽ ഇക്കാര്യം അറിയാമോ? ഞാൻ പാർട്ടിയിൽ കാര്യം ഞാൻ ഇന്ന് കോളേജിൽ നിന്ന് വൈകിട്ട് ഇറങ്ങിയപ്പോൾ നമ്മളെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആദർശ് SK സഖാവിനെ കണ്ടിട്ടുണ്ടായിരുന്നു. സഖാവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സഖാവ് പറഞ്ഞു, ഞാൻ ഈ കാര്യം അറിഞ്ഞു, നിന്നെ വിളിക്കാനാണ് ഇരുന്നത് എന്ന് സഖാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് പോയി. എനിക്ക് വേറൊരു ഇതൊന്നും പോയില്ല. പാർട്ടി ഇടപെട്ടിട്ടും ഈ ഭീഷണി തുടരുകയാണോ? അതായത് കേസ് പിൻവലിക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്നത് ഈ പാർട്ടി ഇടപെടലിന് ശേഷമാണോ അനസ്? ഇടപെടലിന് ശേഷമാണ്. അനസ് കോളേജിൽ പോയോ ഈ ആഴ്ച? പിന്നീട് കോളേജിൽ പോകാൻ പറ്റിയോ? കോളേജിൽ പോകാൻ പറ്റിയിട്ടില്ല. കോളേജിൽ കയറി കഴിഞ്ഞാൽ ഇതേപോലെ കാല് വെട്ടിയെടുക്കുമെന്നും മർദ്ദിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അന്ന് അവരെന്തൊക്കെ ചെയ്തു അനസിനെ? അവിടെ എല്ലാവരും കൂടി ഒന്നിച്ച് ഉപദ്രവിക്കുകയായിരുന്നു. എന്താണ് അവർ ചെയ്തത്? അല്ലല്ലോ, ഒന്നിച്ചല്ല. ആദ്യം ഈ പാർട്ടി പ്രസിഡന്റായ അമൽചന്ദ് എൻ്റെ ഷർട്ടിൽ പിടിച്ച് എൻ്റെ മുഖത്തടിക്കുകയും എൻ്റെ കാലിൽ ചവിട്ടി പിടിക്കുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ നിലവിളി കേട്ട് എൻ്റെ സുഹൃത്ത് പുറത്തുനിന്ന് അകത്തോട്ട് കയറി വന്ന് ഇതേപോലെ എന്നെ മർദ്ദിക്കല്ലേ, കാല് വയ്യാത്ത ആളല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവനെ അടിച്ച് അവർ. എന്നിട്ട് ഈ സെക്രട്ടറിയായ വിധു പറഞ്ഞ്, നിനക്ക് കിട്ടാനുള്ള കിട്ടിയല്ല, നീ ഞാനെന്ന് വെച്ചാൽ പരാതി നീ കൊടു, നിന്നെ ചെയ്യാനുള്ള നീ ചെയ് എന്ന് പറഞ്ഞ് എന്നെ നെഞ്ചിലിടിച്ച്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുന്നപ്പം ഈ അലനും ഈ മിഥുനും കൂടെ വന്ന് എൻ്റെ മുഖത്തും തലയിലും അടിച്ച്. എന്നിട്ട് ഇതേപോലെ എന്നെ 1 മണിക്കൂറോളം അതിൻ്റെ അകത്ത് ഇരുത്തി എന്നെ ഈ വൈകല്യത്തിൽ പറഞ്ഞ് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നെ തളർത്തി അടിക്കുകയും ചെയ്തു. എന്നിട്ട് പോകാൻ നേരത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കാര്യം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ വീട്ടിൽ കയറി അടിക്കുമെന്നും നിൻ്റെ കോളേജിൽ ഇനി പഠിക്കാൻ വരത്തില്ലെന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ തലയിലും അടിച്ച്. എന്നിട്ട് പറഞ്ഞ്, ഇവിടെ അമൽചന്ദ് കഴിഞ്ഞിട്ട് ഇവിടെ പാർട്ടി ഉള്ളൂ, ഇവിടെ SFI ഒന്നുമല്ല, ഞാൻ കഴിഞ്ഞിട്ട് ഇവിടെ SFI ഒക്കെ ഉള്ളൂ, നീ ചെയ്യാൻ വേണ്ടത് ചെയ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അവിടെ നിന്ന് ഇറക്കി വിടുന്നത്. SFIയുടെ സംസ്ഥാന നേതൃത്വമൊക്കെ ഇക്കാര്യം അറിഞ്ഞോ അനസ്? അറിഞ്ഞു. ഞാൻ പാർട്ടി സെക്രട്ടറി സഖാവ് ജോയ് സഖാവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. MLA കൂടെ ആയിരുന്ന നമ്മളെ സഖാവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സഖാവും പറഞ്ഞു, ഇതേപോലെ കേസിൻ്റെതായിട്ട് പോകും, പാർട്ടീൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിജോയൊക്കെ ഇടപെട്ട് കഴിഞ്ഞാണോ ഈ ഭീഷണി എപ്പോൾ വരുന്നത്? നമുക്ക് വിജോയെ വിളിക്കാം. കാരണം ഇത് നിങ്ങളുടെ പാർട്ടിക്കാരാണ്. DYFIയിൽ അംഗമാണ് അനസ്. മർദ്ദിച്ചത് SFIയുടെ യൂണിറ്റ് പ്രസിഡന്റാണ്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായില്ലേ? അതോ ഇനി അമൽചന്ദ് അവകാശപ്പെടുന്നത് പോലെ അമൽചന്ദിനെ തൊടാൻ പാർട്ടിക്ക് പേടിയാണോ എന്നതും അറിയണമല്ലോ. നമുക്കൊന്ന് വിജോയെ വിളിച്ചു നോക്കാം അനസ്. അപ്പോൾ വിജോയ് ഇടപെട്ട വിഷയമാണ്. അതിനുശേഷവും ഈ ഭീഷണി അമലിന്റെ ഭാഗത്തു നിന്നുണ്ടായി അല്ലേ? ഇനി കോളേജിൽ പോകുന്നതിന് അനസ് എന്തിനാണ് മടിക്കുന്നത്? അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവർ കാല് വെട്ടുമോ എന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ. അനസ് എന്തിനാണ് കോളേജിൽ പോകാതിരിക്കുന്നത്? അല്ല, ഇന്നലെയും കോളേജിൽ ഞാൻ പോകാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോഴേക്കും ഞാൻ അറിഞ്ഞത്, അതായത് എന്നെ അടിച്ച ഈ 4 പേരും ആ കോളേജിൻ്റെ അകത്തുണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് ഞാൻ പേടി കാരണം ഞാൻ പോയില്ല കോളേജിൽ.